എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് ഒരു റെസിപ്പി വീഡിയോ ആണ്. ഇതെല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയായിരിക്കും, എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന രീതി ഒന്ന് കാണിക്കാമെന്ന് വെച്ചു. കപ്പയും മത്തി മുളകിട്ടതുമാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അല്ലേ. അപ്പോൾ മത്തി ഞാൻ ഓൾറെഡി ക്ലീൻ ചെയ്തിട്ട് പിന്നെ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കപ്പ നമുക്ക് ആദ്യം ക്ലീൻ ചെയ്യാം. ഒരു 3 കഷ്ണം കപ്പ എടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ കഷ്ണങ്ങളാക്കി കഴുകി കുക്കറിൽ ഇട്ടിട്ടുണ്ട്. ഒരു 5 വിസിൽ വരുന്നവരെ വേവിക്കണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പും മഞ്ഞൾ പൊടിയും പിന്നെ ഒരു നുള്ള് മുളക് പൊടിയും യൂസ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വയ്ക്കുകയാണ്. 5-6 വിസിൽ വേവിക്കുന്നതാണ് ആ ഒരു കറക്റ്റ് പാകം. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് അതൊന്ന് വെന്ത് കഴിഞ്ഞാൽ നമ്മൾ ആ വെള്ളം കളയാണ് ചെയ്യുക. അപ്പോൾ അതവിടെ ഇരുന്ന് വേവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് മൊളീഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഉള്ളി എടുത്തിട്ടുണ്ട്. 2 ഉള്ളിയാണ് എടുത്തത്. 2 തക്കാളി എടുത്തിട്ടുണ്ട്. ഒരു വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരു നാരങ്ങ വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്. പുളീനെ ഞാൻ വെള്ളത്തിൽ ഇട്ട് വെക്കുകയാണ്, പുളി വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ കപ്പ റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഉടഞ്ഞു പോകാൻ പാടില്ല, ഇങ്ങനെ പീസായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 5 വിസിലാണ് അടിച്ചത്. ഇനി ഈ വെള്ളം ഒന്ന് ഊറ്റിയെടുത്തിട്ട് കപ്പേനെ സെപ്പറേറ്റ് എടുക്കണം. വെള്ളം നമുക്ക് ആവശ്യമില്ല, വെള്ളം നമുക്ക് കളയാം. ഇനി മൊളീഷന് വേണ്ടിയിട്ട് ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഒക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ആ 2 ഉള്ളിയിൽ നിന്ന് ഒരു പകുതി ഉള്ളി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് കപ്പയ്ക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ തക്കാളി അരിഞ്ഞിട്ടുണ്ട്. പച്ചമുളക് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ 3 പച്ചമുളകാണ് എടുത്തത്. പിന്നെ കറിവേപ്പില വേണം. അപ്പം നമുക്ക് മൊളീഷൻ ഉണ്ടാക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. ചട്ടിയാണ് ഏറ്റവും നല്ലത്. ഇനി അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കണം. എന്നിട്ട് ഉള്ളി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. വഴറ്റുമ്പോൾ കുറച്ച് ഉപ്പും കൂടെ ഇടുകയാണെങ്കിൽ പെട്ടെന്ന് വഴന്ന് കിട്ടും. അപ്പോൾ ഞാൻ ഉപ്പും കൂടെ ഇട്ടിട്ടാണ് വഴറ്റുന്നത്. അപ്പോൾ ഉള്ളി അധികം വഴന്നു പോവരുത്, ജസ്റ്റ് ഒന്ന് അതിൻ്റെ കളറ് ചേഞ്ചായാൽ മാത്രം മതി. ഇനി ഇതിലേക്ക് പച്ചമുളക് ആഡ് ചെയ്യാം. എന്നിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ വെളുത്തുള്ളിയും ഞാൻ കുറച്ച് അവിടെ മാറ്റി വെച്ചിട്ടാണ് വെളുത്തുള്ളി ഇടുന്നത്. അപ്പോൾ അതെന്തിനാണെന്നുള്ളത് പിന്നീട് പറയാം. നമ്മളെടുത്ത ആ ഫുൾ വെളുത്തുള്ളിയിൽ നിന്ന് ഒരു 3-4 അല്ലി ചതച്ച വെളുത്തുള്ളി മാറ്റി വെച്ചിട്ട് ബാക്കി വെളുത്തുള്ളി ഇഞ്ചിയാണ് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത്. ഇനി ഇതും നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യണം. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ആഡ് ചെയ്താൽ മതിയാവും. പിന്നെ വേണ്ടുന്നത് മുളക് പൊടിയാണ്. മുളക് പൊടി ഞാനിപ്പോൾ 2 സ്പൂണാണ് ആഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്കിത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ ഒരു മിനിമം എരിവാണ്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത്രയും നേരം ഫ്ലെയിം ലോയിലാണ് ഉള്ളത്. ഇതൊന്ന് വഴറ്റിയെടുത്തിട്ട് ഇതിലേക്ക് നമുക്കിനി തക്കാളി ആഡ് ചെയ്യാം. ഇനി ഇത് നല്ലപോലെ വഴറ്റിയെടുക്കണം. ഈ സമയത്ത് അടിക്ക് പിടിക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നല്ലോണം ഇളക്കി കൊടുക്കണം.
എന്നിട്ട് നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം. അപ്പോൾ തക്കാളിയൊക്കെ നല്ലപോലെ അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. കുറച്ച് വെള്ളമൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പം മസാലയൊക്കെ എല്ലാം കൂടെ മിക്സായി നിൽക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ പുളിവെള്ളം ഒഴിക്കാം. അപ്പോൾ പുളിവെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പുളി പിഴിഞ്ഞ് കിട്ടുന്ന ആ ഒരു വെള്ളത്തിൻ്റെ കൂടെ കുറച്ച് വെള്ളം കൂടുതൽ ചേർത്താൽ മതിയാവും. കറി ഒരുപാട് വെള്ളം പോലെ ആവാൻ പാടില്ല. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് വേവിക്കാൻ വെക്കാം. അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഒരു 5 മിനിറ്റ് വേവിച്ചാൽ മതിയാവും. അതൊന്ന് തിളച്ച് കിട്ടിയാൽ മതിയാവും. അപ്പോൾ നമ്മുടെ മൊളീഷൻ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മത്തി ആഡ് ചെയ്യാം. 3 മത്തിയാണ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞ് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പം മത്തിയും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഇളക്കിയെടുക്കണം. മത്തി ഉടഞ്ഞു പോകാൻ പാടില്ല. എന്നിട്ട് ഒന്ന് അടച്ച് വെച്ച് വീണ്ടും ഒരു 5 മിനിറ്റ് ആ മത്തി വെന്ത് കിട്ടുന്നത് വരെ ഒന്ന് വേവിക്കണം. ഒരു 5-10 മിനിറ്റ് വേവിച്ചാൽ മതിയാവും. ഇത് ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ വേവിക്കുന്നത്. അപ്പോൾ നമ്മുടെ മത്തിയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് ഇതെന്താണെന്ന് വെച്ചാൽ നേരത്തെ മാറ്റി വെച്ച കുറച്ച് വെളുത്തുള്ളിയില്ലേ, ഗ്യാസ് ഓഫ് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ആ വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഒരു ഗാർണിഷിങ് പോലെ ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ചതിന് ശേഷം നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്യാം. അതായത് വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഇട്ടതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് കുറച്ച് സമയം അടച്ച് വയ്ക്കാം. അപ്പോൾ ഇതാ നമ്മുടെ മൊളീഷൻ റെഡി ആയിട്ടുണ്ട്. കപ്പയ്ക്ക് കുറച്ചും കൂടെ പണി ബാക്കിയുണ്ട്. അപ്പോൾ നമുക്കിനി അത് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ അരിഞ്ഞു വെച്ച ഉള്ളി, അതുപോലെ കുറച്ച് കറിവേപ്പില, പിന്നെ 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞിട്ടുണ്ട്, പിന്നെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ വറ്റൽമുളകും കടുകുമാണ് വേണ്ടുന്നത്. അപ്പോൾ ഞാൻ പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അത് തിളയ്ക്കുമ്പം അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കുകയാണ്. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് വറ്റൽമുളക് ആഡ് ചെയ്യാം. അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച 2 പച്ചമുളകാണ് ആഡ് ചെയ്യുന്നത്. അതൊന്ന് കളറ് ചേഞ്ചായി വരണം. അപ്പോൾ അതിലേക്ക് നമുക്ക് ഉള്ളി ആഡ് ചെയ്യാം. ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കണം. ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. എന്നിട്ട് നല്ലപോലെ വഴറ്റണം. ഇനി നമുക്ക് തേങ്ങ ആഡ് ചെയ്യാം. ചിരകി വെച്ച് തേങ്ങ ആഡ് ചെയ്യാം. ആ തേങ്ങയുടെ കളറ് ഒന്ന് ബ്രൗൺ ആവുന്നത് വരെ നമ്മളിനി വഴറ്റിയെടുക്കണം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ വഴറ്റി ആ ഒരു ബ്രൗൺ കളറാകുമ്പം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓഫ് ചെയ്തിട്ട് നമ്മുടെ കപ്പയുടെ കൂടെ ഇത് മിക്സ് ചെയ്ത് എടുക്കാം.
അപ്പോൾ നമ്മുടെ കപ്പയും മീനും ഇവിടെ റെഡി ആയിട്ടുണ്ട്, സെർവ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു കട്ടൻ ചായയുടെ കൂടെ നല്ല മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഇത് ചൂടോടെ കഴിക്കാൻ എന്തൊരു ടേസ്റ്റ് ആയിരിക്കും എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കണം. ഇനി നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബായ്.